ഹലോ എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. കുറച്ചായി വീഡിയോ ഇട്ടിട്ട് ഒരുപാടായി കേട്ടോ. വീഡിയോ ഇട്ടിട്ട് മടി കൊണ്ടല്ല, എൻ്റെ ക്യാമറ പോയി വെച്ചാൽ നമ്മുടെ ഫോണ് എന്താ പറയുക, ക്യാമറയിലൊക്കെ കല വന്ന് സ്ക്രാച്ച് വന്നപ്പം സെൽഫി എടുക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം പിടിക്കും. അങ്ങനെ ഞാൻ ചില ഷോട്ടൊക്കെ പലരുടെയും ഫോണിലെടുത്തതൊക്കെ അപ്ലോഡ് ചെയ്ത് വന്നു. RCMൻ്റെ പ്രൊഡക്റ്റ് സെൽഫ് ഞാൻ ചെയ്യുന്ന പ്രൊഡക്റ്റ് ചെയ്യാതെ വന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സ്കിപ്പ് ചെയ്യാതെ കണ്ടനി ഇനി ഞാൻ വീണ്ടും എന്താ പറയുക വീഡിയോ ആയിട്ട് വരും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാൻ ഇന്ന് നമുക്ക് പറയാൻ പോകുന്നത് RCMൽ ഒരുപാട് പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തി. കീസോളിൽ ഒരുപാട് പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തി. അപ്പോൾ കീസോളിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ മേക്കപ്പ് ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ് അല്ലേ. അപ്പം ഞാൻ RCMൽ മാത്രം വന്നിട്ട് മേക്കപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം RCMൽ വന്നിട്ട് മേക്കപ്പ് ഞാൻ എങ്ങനെയാണ് ചെയ്യൽ, അതായത് എന്നെ ആദ്യം കാണുന്നവർക്കറിയാം ഇപ്പോഴത്തെ ആ ഒരു മാറ്റം. കാരണം ഒരുപാട് കലകളും ഒരുപാട് ആക്സിഡൻറ്റിൻ്റെ സ്ക്രാച്ചൊക്കെ ഉള്ള മുഖമാണ് എൻ്റെ മുഖം. നമ്മുടെ ഭാഷയാണ് മുഖം. അപ്പോൾ അടിപൊളിയായിട്ട് ഞാനത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഞാനിപ്പം ആകെ ഉപയോഗിച്ചത് നമ്മുടെ ഫേസ് വാഷ് ഇട്ടിട്ട് ഫേസ് ഒന്ന് കഴുകി വന്നു എന്നാണ്. ഈ രാത്രി ഞാനിപ്പം എന്താ പറയുക ഓഫീസ് കഴിഞ്ഞ് വന്നു. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചതിൽ വീഡിയോ എടുക്കാതെ പുതിയ ഫോൺ വാങ്ങിക്കി എന്താ പറയുക ഷവോമീൻ്റെ അതായത് റെഡ്മീൻ്റെ ഒരു ഫോണ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. 64,000 രൂപ EMIയിലാണ് വാങ്ങിയത്. അടിപൊളി ക്യാമറയാണ്. ക്യാമറേൻ്റെ അഭിപ്രായങ്ങൾ പറയാം. ഞാൻ എഡിറ്റൊന്നും ചെയ്യാതെ ഈ ക്യാമറയിൽ വീഡിയോ എടുത്തിട്ട് അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യും കേട്ടോ. അതിനൊന്നും സമയമില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് അതിൻ്റെ അഭിപ്രായം പറയാം. സൗണ്ടൊക്കെ അടിപൊളിയാണ്, അടിപൊളി ഫോണാണ്. അപ്പോൾ ഫോണിൻ്റെ വ്യൂസിലല്ല ഞാൻ വന്നത്. ഞാൻ RCMൻ്റെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തണം. അപ്പോൾ ഞാൻ ഉപയോഗിച്ചത് ഇപ്പോൾ ട്രീൻ്റെ അതായത് RCMലെ ട്രീ ഫേസ് വാഷ് എല്ലാവർക്കും അറിയാം, എങ്കിലും പറയാം ഓൾ സ്കിൻ ടൈപ്പാണ്. അടിപൊളി ഫേസ് വാഷാണ്. അതായത് ചിലർക്ക് ചില എന്താ പറയുക ഫേസ് വാഷ് ഉപയോഗിച്ചാൽ കുരുകളൊക്കെ വരും. ഒന്നും പേടിക്കണ്ട, കുരുകളൊക്കെ കളയും. അടിപൊളി ഫേസ് വാഷ് കേട്ടോ. ഈ ഫേസ് വാഷ് ഇട്ടിട്ട് ഞാനിപ്പോൾ മുഖം ഒന്ന് കഴുകി വന്നതാണ്. നമുക്ക് ലൈറ്റായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യാം. കുറേ മേക്കപ്പൊക്കെ ഞാൻ ആദ്യം കാണിച്ചത് BB ക്രീമൊക്കെ ഇട്ടിട്ട്. നമുക്ക് പുതുതായിട്ട് വന്നതാണ് ലിക്വിഡ് ഫൗണ്ടേഷൻ. അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഞാൻ മേക്കപ്പ് ചെയ്യലെന്ന് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മുടെ ഗ്ലോപ്പ് ക്ലെൻസറായിട്ടും ടോണറായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഗ്ലോപ്പ്, അതായത് നമുക്ക് മേക്കപ്പ് റിമൂവർ വൈപ്സ് വെച്ചിട്ട് ആദ്യം ഒന്ന് മുഖം ക്ലീനപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഞാനിപ്പോൾ ഫേസ് വാഷ് ഇട്ട് കഴുകി, കാരണം എൻ്റെ അടുത്ത് റിമൂവർ വൈപ്സ് സ്റ്റോക്ക് ഇപ്പം ഇല്ല, തീർന്നു പോയി. അപ്പോൾ ഞാൻ ഇത് ഡയറക്റ്റ് അടിക്കുന്നുണ്ട്. റോസ് വാട്ടർ. ഇതിനെപ്പറ്റി പറയേണ്ട ഒരു 1.5 പ്രൊഡക്റ്റാണ്. ഒരുപാട് ഞാൻ പറഞ്ഞതാണ്. ബായിലൊക്കെ ആയി, പ്രശ്നമില്ല, റോസ് വാട്ടർ അല്ലേ. അപ്പം ഇത് വെച്ചിട്ടൊന്ന് ക്ലീൻ ആക്കി അല്ലേ. ഒരു ക്ലെൻസറായിട്ടും ടോണറായിട്ടൊക്കെ ഉപയോഗിക്കാം. നമുക്ക് ഇത് ഒന്ന് ക്ലീൻ ആക്കി അതിനുശേഷം ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ മോയ്സ്ചറൈസ് ക്രീം, മുരിങ്ങയുടെ മോയ്സ്ചറൈസ്. ഇത് ഏകദേശം കാലിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഒന്ന് തൊട്ടിട്ട് കണ്ണട എടുത്ത് നോക്കുമ്പോൾ ഞാൻ നന്നായിട്ട് കാണുന്നില്ല, എന്നോട് ചർച്ച് വ്യൂ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഞാനൊന്ന് എന്താ പറയുക, നമ്മൾ ചെയ്യുമ്പോൾ കഴുത്തിലൊക്കെ നന്നായിട്ട് ക്ലിയർ ആയിട്ട് ചെയ്യണം. കാരണം ചിലർ കാണാം നമ്മളെ ഓരോ പ്രൊഡക്റ്റിൻ്റെ ഇതുമായിട്ട് വരില്ലേ പരസ്യമായിട്ട്, ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ. അപ്പോൾ കാണാം ഒരു വേഗം ഹസ്ബൻഡിൻ്റെ കൂടെ കാത്തു നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കാറിൽ നിന്ന് മേക്കപ്പ് ചെയ്ത് പോകുമ്പോൾ കാണാം ഇവിടെ വേറൊരു കളർ ഇവിടെ വേറൊരു കളർ, ഒന്നിനും കൊള്ളൂല കേട്ടോ. എന്തോ ഒരു കോലം. ആദ്യം പോലെ നല്ല രസം ഉണ്ടാവും കാണാൻ. ഞാൻ പ്രൊഡക്റ്റിനെ കുറ്റം പറയല്ല, അങ്ങനെ വരിക. പക്ഷേ നമ്മുടെ പ്രൊഡക്റ്റിന് ഒരു പരസ്യവും ഇല്ല, എന്താ പറയുക, അതൊരാളെ ഏൽപ്പിക്കുകയില്ല. നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മളാണ് അത് പറയുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിച്ചതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. കാരണം കിഡ്നിക്കൊന്നും കംപ്ലൈൻറ്റ് വരാത്ത പാരബൻ ഫ്രീ കെമിക്കൽ ഫ്രീ ആയ പ്രൊഡക്റ്റുകളാണ് നമ്മുടെ ഹെർബൽ പ്രൊഡക്റ്റുകൾ. ഒക്കെ പക്കാ വെജിറ്റബിൾ പ്രൊഡക്റ്റുകളാണ് നമ്മൾ. അപ്പോൾ ഞാൻ മുരിങ്ങ ക്രീം ഇട്ട് നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്യുന്നത് നല്ലതാട്ടോ. മുരിങ്ങ ക്രീം അടിപൊളിയാണ്. അതിന് ശേഷം ഞാൻ ഉപയോഗിക്കൽ നമ്മുടെ ഡേ സിറം. പകലൊക്കെ നമ്മൾ മേക്കപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ ഡേ സിറം ഉപയോഗിക്കും. ഡേ സിറം ഒരു കുറച്ച് സിറം ഒന്നും ഒരുപാട് ഉപയോഗിക്കരുത് കേട്ടോ. ഓരോ ഡോട്ട് ഓരോ ഭാഗത്തായിട്ട് ഉപയോഗിക്കണം. താടി എപ്പോഴും നമ്മൾ ഇവിടുന്ന് മേലോട്ടേക്ക്, അതായത് ഇരട്ട താടിയൊക്കെ ഒഴിവാക്കാനൊക്കെ നല്ലതാണ്. അങ്ങനെ തന്നെ ചെയ്യുക. അപ്പം ഞാൻ സിറം മാത്രം ഇട്ട് പോകുമ്പോൾ ഒരു ഇതുണ്ടാകും. സിറത്തിൻ്റെ മേലെ നിർബന്ധമായിട്ട് മേക്കപ്പ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ സിറത്തിൻ്റെ മേലെ പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ സൺസ്ക്രീൻ ഇടണം. 50 SPF ഉള്ള കീസോളിൻ്റെ
അടിപൊളി പാരബൻ ഫ്രീ കെമിക്കൽ ഫ്രീ ഒക്കെ ആയത് അടിപൊളി ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡ് ആയ, അതായത് കട്ടിയില്ലാതെ വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത ഓൾ സ്കിൻ ടൈപ്പ് ഏകദേശ സ്കിന്നിനും ഒരു അലർജിയും പ്രശ്നങ്ങളും ഇല്ലാത്ത നമ്മുടെ സൺസ്ക്രീൻ ഒക്കെ ഞെക്കി ഞെക്കി എല്ലാം നാളെ വാങ്ങണം. അപ്പോൾ ആ സൺസ്ക്രീനും നമ്മൾ സെറം ഉപയോഗിച്ചതിന് ശേഷം ഈ സൺസ്ക്രീനും ഇടുന്നുണ്ട് കേട്ടോ. സൺസ്ക്രീനിൻ്റെ ആ ഒരു എത്ര ടൈം കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് രാവിലെ സൺസ്ക്രീൻ ഇത്തിരി പുരട്ടി അങ്ങ് വെയിലത്ത് പോയാൽ ഇതിനെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഏത് സൺസ്ക്രീൻ ആയിക്കോട്ടെ 3 മണിക്കൂറാണ് അതിൻ്റെ ടൈം. 3 മണിക്കൂർ കഴിയുമ്പോൾ പറ്റുമെങ്കിൽ ഫേസ് കഴുകിയിട്ട്, അതല്ലെങ്കിൽ നമ്മുടെ വൈപ്സ് ഉപയോഗിച്ചിട്ട് തുടച്ചിട്ട് സൺസ്ക്രീൻ 3 മണിക്കൂർ കൂടുമ്പോൾ ഇട്ട് കൊടുക്കൽ നല്ലതാണ്. എന്നാലാണ് ടാനിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ സൺസ്ക്രീൻ ഇങ്ങനെ 2 ലെയറൊക്കെ ഇട്ടിട്ട് രാവിലെ ഇറങ്ങുന്ന ആളാണ് ഞാൻ കേട്ടോ. കാരണം അത്രയും കരിമാങ്കല്യൊക്കെ ഉള്ള ആളാണ്. എല്ലാവർക്കും എന്നെ കണ്ടാൽ അറിയാം. ആദ്യം കണ്ട ഇപ്പോൾ കാണുന്ന ഞാൻ ഒരുപാട് ക്ലിയർ ആയിട്ടുണ്ട് സ്കിന്നൊക്കെ. അപ്പം അങ്ങനെ സൺസ്ക്രീൻ ഇട്ട് ഞാൻ സൺസ്ക്രീൻ കൈക്കൊക്കെ ഇടലുണ്ട് കേട്ടോ. ഞാൻ കാരണം 24 മണിക്കൂർ വണ്ടീൻ്റെ മുകളിലാണ്. അപ്പോൾ കൈയൊക്കെ കറക്കാതെ നിൽക്കുന്ന ഈ സൺസ്ക്രീൻ ഉണ്ട്, ഷോക്സ് ഒന്നും ഇടയില്ല. അപ്പം അങ്ങനെ സൺസ്ക്രീൻ എന്തൊക്കെ കഴിഞ്ഞ് മുരിങ്ങ ക്രീം ഗ്ലോ അടിച്ചു, മുരിങ്ങ ക്രീം ഇട്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്തു, അതിനുശേഷം നമ്മുടെ സെറട്ടും, അതിനുശേഷം നമ്മുടെ സൺസ്ക്രീൻ ഇട്ടു. ഇത്രയാണ് ഫസ്റ്റ് ഞാൻ ഇടുന്നത്. അതിനുശേഷം രണ്ട് പ്രൊഡക്റ്റ് വെച്ച് എങ്ങനെ മേക്കപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകും. പക്ഷേ ശരിക്കും ഇങ്ങനെ ചെയ്താൽ മഞ്ചാവും കേട്ടോ. നമ്മുടെ സ്കിന്നൊക്കെ റെഡിയാവും. അപ്പോൾ സ്കിന്ന് തോന്നുന്നതിൽ നിന്നൊക്കെ ഒഴിവാക്കും. ഇതെന്താണെന്നറിയോ? നിങ്ങൾ കറുത്ത പാക്കറ്റിൽ RCM ഷോപ്പിൽ കണ്ട ആ ലിക്വിഡ് തന്നെ എൻ്റെ അടുത്ത് എത്തുമ്പോൾ പെട്ടി ഉണ്ടാവില്ല, അടപ്പുണ്ടാവില്ല. എൻ്റെ ഒരു പ്രശ്നം അതാട്ടോ. അതെൻ്റെ നെഗറ്റീവാണ്. കാരണം ഇത് ബാഗിൽ വെച്ച് എല്ലായിടത്തും കൊണ്ടുപോയിട്ട് അടപ്പ് പൊട്ടിപ്പോവും, അടപ്പ് ഒഴിവാക്കും. ഇങ്ങനെയൊക്കെയാണ് ഞാൻ. അപ്പോൾ ഇത് ലിക്വിഡ് BBയുടെ മീഡിയം ഷെയ്ഡാട്ടോ, മീഡിയം ഷെയ്ഡ്. അപ്പോൾ ആ മീഡിയം ഷെയ്ഡാണ് ഇത്. ഇങ്ങനെ ഞെക്കിയാൽ തന്നെ നമുക്ക് കിട്ടും. ഇതെന്താണെന്നറിയാം, ഇത്ര ഞെക്കുന്നത് ഏകദേശം കാലിയാക്കി. എപ്പോഴും മൂർത്തി സാറ് പറയും, നമ്മൾ ഹോം മീറ്റിംഗ് പറയുമ്പോൾ ഒക്കെ നമ്മുടെ പ്രൊഡക്റ്റ് ഞെക്കി പിഴിഞ്ഞൊന്നും കൊടുക്കരുതെന്ന് എല്ലാ ലീഡേഴ്സും പറയും. അപ്പം എന്തായാലും ഞാനിത് ഇപ്പോൾ തീരാനായ സ്ഥിതിക്ക് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടേ, അതും ഒരു ഡോട്ടായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിനെപ്പറ്റി എനിക്ക് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നമ്മുടെ പുതിയ പ്രൊഡക്റ്റുകളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. എനിക്ക് BB ക്രീമിനേക്കാണ് ഒക്കെ കൂടുതൽ BB ക്രീം ഓക്കെ. പക്ഷേ നമ്മൾ കുറച്ചുകൂടി സമയവും സ്കിന്നിലിങ്ങനെ വൈറ്റായിട്ട് എടുത്ത് പിടിക്കാതെ സ്കിന്നിനോട് അബ്സോർവ് ആയിക്കൊണ്ട് നമ്മുടെ കലകളൊക്കെ മറയ്ക്കുന്ന അടിപൊളി ക്രീമാണ് നമ്മുടെ ലിക്വിഡ് BB ഫൗണ്ടേഷൻ. ലിക്വിഡ് ഫൗണ്ടേഷൻ അടിപൊളി കേട്ടോ. ആര് വാങ്ങിയിട്ടില്ലേ, വാങ്ങി ഉപയോഗിക്കേണ്ട രീതി ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ മതി. ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ ഉപയോഗിച്ചാൽ മതി. എന്തോരം മാറ്റാമെന്നറിയോ? എനിക്ക് ഈ രോമൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ, അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ആക്സിഡൻ്റ് കലകളുണ്ട്. ഇതൊക്കെ ഞാൻ ഈ ഒരു സാധനം കൊണ്ടാണ് കേട്ടോ മറക്കുന്നത്. അടിപൊളിയാണ്. എല്ലാവരും പറയും നല്ല എന്തോന്ന് ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഓഫീസിൽ നിന്നൊക്കെ എല്ലാവരും പറയും എന്തോ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അത്രയും നമ്മളെ മേക്കപ്പ് ഇട്ടിക്ക് നമുക്ക് മനസ്സിലാവുകയില്ല, പക്ഷേ നല്ല ഒരു കളർ അവിടെ എഫക്റ്റ് ആവും. അപ്പോൾ ഇതാണ് നമ്മുടെ ലിക്വിഡ് ഫൗണ്ടേഷൻ. എല്ലാവരും വാങ്ങി ഉപയോഗിക്കാം. മഞ്ച് സാധനം കേട്ടോ. മാറ്റം കണ്ടില്ലേ? എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സാധനം ഗ്ലോ ആയിട്ടും ഒരു ഇതിന് പേര് 3D എന്നൊക്കെ, 3D അതിലൊരു 3D എഫക്റ്റ് ചെയ്യുന്ന സ്ട്രോപ്പ് ക്രീമാണ്. ഒരു ഗ്ലോയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ ഈ സ്ട്രോപ്പ് ക്രീം ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ്. പിന്നെ ഇത് ഷെയ്ഡൊക്കെ റെഡാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഷെയ്ഡൊക്കെ കൊടുത്തിട്ട് റെഡ് കളറിലൊക്കെ ആക്കാം കേട്ടോ. കാരണം നമ്മുടെ ഏത് ലിപ്സ്റ്റിക്കാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ലിപ്സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട്, അതായത് ഞാനിപ്പം ഇതൊന്ന് കാണിച്ചു തരാം. ഞാൻ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്ക് അയ്യോ കൂടിപ്പോയോ, ഒരു ഷെയ്ഡായിട്ട് മൂക്കിൻ്റെ ഇവിടെയും നെറ്റിയുടെ ഇവിടെയും താടിയുടെ ഇവിടെയൊക്കെ ഒരു ഷെയ്ഡായിട്ട് കൊടുത്താൽ നമുക്ക് നല്ലൊരു
നല്ലൊരു കളർ കിട്ടും. അങ്ങനെ വേണ്ടിയവർക്ക് അങ്ങനെ ചെയ്യാം. അതിനുശേഷം ഞാൻ നമ്മുടെ 3D സ്ട്രോബ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊഞ്ച് സാധനം കേട്ടോ. ഒരു ഹൈലൈറ്ററായിട്ട് ഉപയോഗിക്കുന്ന ഈ സ്ട്രോബ് ക്രീം എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് വിചാരിക്കാം. ചില സ്ട്രോബ് ക്രീം ഇട്ടാൽ മേക്കപ്പൊക്കെ ഇട്ടാൽ കാര്യം, പക്ഷേ ഇത് നമുക്കൊരു ഹൈലൈറ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നിന് വൈകുന്നേരം വരെ എന്താ പറയുക ഒരു നല്ലൊരു നിലക്ക് നിർത്തുന്ന ഒരു പരിപാടിയാണ് ഈ സ്ട്രോബ് ക്രീം എടുക്കുന്നത്. മൊഞ്ച് സാധനമാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഒരുപാട് വലിച്ചു നീട്ടി പറഞ്ഞെങ്കിലും പെട്ടെന്ന് നടക്കും നമ്മുടെ ഈ ഒരു മേക്കപ്പ്. അപ്പം അടിപൊളിയല്ലേ? കണ്ണാടിയൊക്കെ വെച്ചിട്ട് നമുക്ക് സ്റ്റൈലാവാം. അപ്പം എന്തായാലും മൊഞ്ചായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് എല്ലാവരും കണ്ട്. അപ്പം ടാറ്റ ബൈ ബൈ. ഇത്രയാണ്. RCMൻ്റെ ഇത് വെച്ചിട്ട് ഇങ്ങനെ മേക്കപ്പ് ചെയ്താൽ മതി കേട്ടോ. അടിപൊളി റിസൾട്ടായിരിക്കും. ഓക്കെ, ടാറ്റ ബൈ ബൈ.